ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ചക്ക വെച്ചിട്ടുണ്ടാക്കണ ഒരു ഇതാണ് ബർഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2.5 കപ്പോളം നമ്മളുടെ ചക്ക അതിൻ്റെ ചുള എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് ചുള മാത്രം എടുത്തിട്ടുണ്ട്. 2.5 കപ്പുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ എൻ്റെ ബ്രദറുടെ റെസിപ്പിയാണ് കേട്ടോ, സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ, തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കണ നമ്മുടെ ചക്കയുടെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ഒരു തരി പോലും ഇല്ലാണ്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഞാൻ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം പറ്റണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇവിടെ നമ്മളൊരു 4 ടൈമായിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചക്കയിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കൂടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയുടെ മധുരം അനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ 1/4 കപ്പാണ് ചേർത്തേക്കണത്. നന്നായിട്ട് അത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാൽപ്പൊടിയും ഒരു കട്ടയില്ലാതെ നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മളുടെ എന്താ പറയുക, പാൽപ്പൊടി ചേർത്തതിൻ്റെ ആ കട്ടയൊക്കെ നന്നായിട്ടത് അലിഞ്ഞ് വരണം. അപ്പം അത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കാം. നല്ല വിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമെല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട്. പാൽപ്പൊടി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 6 ഏലക്ക 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തേക്കണം. ഇനി അതിട്ട് കൊടുക്കണുണ്ട്. എന്നിട്ട് ഇനി ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടത് ആ ഏലക്കപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർന്ന് വന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ചക്കയുടെ കൂട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യോ എണ്ണ എന്തെങ്കിലും തടവിയ ഒരു ടിന്നിനകത്ത് പാത്രത്തിലേക്ക് നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. ചക്കയുടെ വിളയിച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഹലുവയുടെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടത് എല്ലാ ഭാഗത്തേക്കും ചേർത്തൊക്കെ രീതിയിൽ നന്നായിട്ടതൊന്ന് സ്പൂണോ എന്തെങ്കിലും ചട്ടകമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2-3 മണിക്കൂറത്തേക്ക് നമ്മൾ നമ്മളുടെ ഫ്രിഡ്ജിൽ വെക്കണുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ, നോർമൽ ഫ്രിഡ്ജിലേക്കാണ്, നോർമൽ ഇതിലേക്കാണ് വെച്ച് കൊടുക്കണം. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഒന്ന് കട്ടിയായി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് മുറിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും.
ഇപ്പോൾ അതാ നമ്മളത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.